പക്ഷേ എനിക്കങ്ങനല്ല. എനിക്കൊരു വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പറയും, പിന്നെ ഞാനത് മറന്നുപോകും. ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ശുശ്രൂഷ. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ആഹാബിനോട് വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്, ഓടിപ്പൊക്കോളാൻ പറഞ്ഞേച്ച് പിന്നെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ആഹാബായ എൻ്റെ മനസ്സ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ ഓടി വന്ന് പ്രവചിച്ചേച്ച് ഇറങ്ങിപ്പോകുന്ന അതൊരു ശുശ്രൂഷ ആയിരിക്കാം, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ കയറിയിട്ടുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതാണ്. വെൻ ഗോഡ് റിവീൽ സംതിങ് ടു മീ, ഐ ടെൽ ഇറ്റ് ടു ദ പേഴ്സൺ. പക്ഷെ അതേസമയം ആ വ്യക്തിയുടെ ദൈവം പ്രോമിസ് ചെയ്ത കാര്യത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ടെൻഡൻസി കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ അതിനകത്ത് മറ്റൊരാളെ കുറ്റം വിധിക്കുമൊന്നുമല്ല. അത് ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷയാണ്. ചിലർക്ക് ഇങ്ങനെ ദർശനം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അയാൾ ദർശനം പറഞ്ഞിട്ട് പോകുന്നു. അഗാബോസിൻ്റെ കാര്യം അതുപോലെയാണ്. അഗാബോസ് ഒരു ദർശനം കണ്ടു, ക്ഷാമം വരുന്നു. അല്ലെങ്കിൽ പൗലോസിനോട് പറയുന്നു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യെരൂശലേമിൽ ചെല്ലുമ്പോൾ ബന്ധിക്കുന്നതായി ഞാൻ കാണുന്നു. തെറ്റൊന്നുമല്ല പറഞ്ഞത്. അഗാബോസ് ഒരു ട്രൂ പ്രോഫറ്റാണ്, ഇല്ലേ? അതുകൊണ്ടാണല്ലോ അത് സംഭവിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് പേടിയുണ്ടാകാൻ കാര്യം എന്തുവാ? നേരത്തെ ക്ഷാമം വരുമെന്ന് അഗാബോസ് പറഞ്ഞു, അതുപോലെ സംഭവിച്ചതുകൊണ്ടാണ്. കാര്യം അഗാബോസ് കാഴ്ച കാണുന്ന വ്യക്തിയും ആ കാഴ്ച പറയുന്നത് അതുപോലെ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടായിട്ട് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനാണ് അഗാബോസ്. പക്ഷെ പോൾ എന്താ പറയുന്നത്? ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാൻ ആത്മാവിനാൽ ബന്ധിതനായി യെരൂശലേമിലേക്ക് പോകുന്നു. അവിടെ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, മരിക്കാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പൗലോസ് പറഞ്ഞില്ല, അഗാബോസേ നീ ഒരു കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞില്ല. പൗലോസിനും അറിയാം അഗാബോസ് പറഞ്ഞത് സംഭവിക്കാൻ പോകുകയാണെന്ന്. പക്ഷേ പൗലോസ് പറയുന്നു യെസ്. അവിടെയാണ് പ്രോഫറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അഗാബോസ് അവിടെ ഒരു ദർശകനാണ്, പക്ഷേ പോൾ പറയുകയാണ് ഐ എം എ പ്രോഫറ്റ്. എനിക്കറിയാം ഇതാ സംഭവിക്കാൻ പോകുന്നുള്ളൂ, പക്ഷേ ഇത് സംഭവിക്കട്ടെ. എങ്കിലും അവിടെ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഒരു ട്രൂ പ്രോഫറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ കാണുന്ന കാര്യങ്ങൾ പറയുക മാത്രമല്ല, അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ആലോചിച്ച് ദൈവസന്നിധിയിൽ ദൈവസഭയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ടി പെയിൻ എടുക്കുകയും ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കനുസരിച്ച് സഭയെ വളർത്തേണ്ടതിന് വേണ്ടി ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ട്രൂ പ്രോഫറ്റ്. മോശയെപ്പോലെ ഒരു പ്രവാചകനെ എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. മോശയെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചു തരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ മോസസിനോളം വലിയൊരു പ്രോഫറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ മോസസിൻ്റെ 5 പുസ്തകങ്ങളും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളെക്കാൾ അച്ചട്ടായ എന്തെല്ലാം പ്രവചനങ്ങൾ പിന്നീടുള്ള യെശയ്യാവോ അതല്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാരോ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മോസസ് ഇവരെക്കാളൊക്കെ വലിയ പ്രോഫറ്റ് ആകുന്നത്? അത് അവൻ ഭാവി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഭാവിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് തന്നെ ഞാൻ പറയുന്നത്, ഭാവി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അവൻ ദൈവസഭയെക്കുറിച്ച് വലിയ ബേർഡനുള്ള ആളാണ്. അതുകൊണ്ട് ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം ഒരുപക്ഷെ സഭയുടെ ഞാൻ ഇപ്പോൾ തന്നെ ഇവരെ നശിപ്പിച്ചു കളയുന്നൊക്കെ ആയിരിക്കും ദൈവം പറയുന്നത്. അപ്പോൾ മോസസ് നേരെ വന്നിട്ട് കണ്ടോ, ദൈവം പറഞ്ഞിരിക്കുന്നു നിങ്ങളെ ഇപ്പോൾ തന്നെ നശിപ്പിച്ചു കളയും. അതാണ് ഒരു സീയർ അല്ലെങ്കിൽ ഒരു ദർശകൻ ചെയ്യുന്ന എന്തായിരിക്കും? ദൈവം എന്നോട് പറഞ്ഞു ഈ സഭയെ ഞാൻ നശിപ്പിക്കുവാൻ പോകുകയാണ്. അങ്ങനെ വന്ന് പറയുന്ന ആൾ പ്രവാചകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അവനെ ദൈവം കാണിച്ച കാര്യം അവൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ട്രൂ പ്രോഫറ്റ് അങ്ങനെയല്ല. ഒരു ട്രൂ പ്രോഫറ്റ് ദൈവം ഈ സഭയെ നശിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ കവിണ്ണ് വീഴുകയാണ്. കർത്താവേ ക്ഷമിക്കണേ, ആ സഭയെ അവൻ്റെ മനസ്സിൽ ആ സഭയാണ്. അവൻ്റെ മനസ്സിൽ എൻ്റെ പ്രവചനം നടക്കണമെന്നുള്ളതല്ല, എൻ്റെ പ്രവചനം നടക്കണമെന്ന് പോലും അവന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എൻ്റെ പ്രവചനം നടക്കണമെന്ന് പോലും അവന് നിർബന്ധമില്ല. അവൻ അതിനേക്കാൾ വലുതാണ് എന്ത്? സഭയുടെ ഉന്നമനം എന്ന് പറയുന്നത്. ഒരു ട്രൂ പ്രോഫറ്റ് സഭയെക്കുറിച്ച് വേദനയുള്ളവനും സഭയെക്കുറിച്ച് കരുതലുള്ളവനും സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവനെ അർപ്പിക്കാൻ തയ്യാറുള്ളവനുമാണ്. അതാണ് ഒരു ട്രൂ പ്രോഫറ്റിന്റെ പ്രത്യേകത. അല്ലാതെ കാണുന്നതെല്ലാം വിളിച്ചു പറയുന്ന ആളല്ല. പിന്നെ ഒരു ട്രൂ പ്രോഫറ്റിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നത് എപ്പോഴും വിളിച്ചു പറയാൻ വേണ്ടി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഞാനൊരിക്കൽ ഒറീസയിലെ ഒരു സ്ഥലത്ത് 2-3 മാസങ്ങൾ ഞാനവിടെ പോയി താമസിക്കായിരുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നതാണ്. ഞാനവിടെ നമ്മുടെ ഇവിടെ ചർച്ചുണ്ട്. ആ ചർച്ചിലുള്ളവരോട് ഞാൻ പറഞ്ഞു ഞാനിവിടെ മീറ്റിംഗ് ഒന്നും നടത്താൻ വന്നൊന്നുമല്ല. സൺഡേ വർഷിപ്പിന് ഐ എം ഹിയർ. ബാക്കിയുള്ള ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി ഇവിടെ വന്നതാണ്, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയല്ല. എനിക്ക് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് വേറെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എവറി സാറ്റർഡേ ഈവനിങ് ഐ വിൽ ബി ഹിയർ. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിനുവേണ്ടി ഒരു മീറ്റിംഗ് ഉണ്ട്. അല്ലാതെ വേറെ മീറ്റിംഗ്സ് ഒന്നും ഇല്ല. ഞാൻ ഈ പാഴ്സനേജിൽ തന്നെ താമസിക്കുകയാണെന്ന് പറഞ്ഞു. വേറെ ആരും ഒന്നും പാഴ്സനേജിലില്ല, പാസ്റ്റേഴ്സ് ഒന്നും അവിടെ താമസിക്കുന്നില്ല. ഐ വാസ് സ്റ്റേയിങ് ദർ.
പക്ഷെ പല ആളുകളും പിള്ളേരെല്ലാം വന്നു, പല പല കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു, ചിലരെ കൃപാവരങ്ങൾ പ്രാപിച്ചു. കൃപാവരങ്ങൾ പ്രാപിച്ച കൂട്ടത്തിൽ ഒരു കൊച്ചു പെൺകൊച്ച്, അവളും കൃപാവരം പ്രാപിച്ചു. സഭയിലെ ഒരു അമ്മച്ചിയുണ്ട്. ഒരു ദിവസം കൊച്ച് അമ്മച്ചിയുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുകയാണ്, ഈ ഹൃദയത്തിൽ കാപട്യെ ഒളിച്ചു വെച്ചിരിക്കുന്നു. കൊച്ചു പറഞ്ഞൊന്നും തെറ്റൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പം കാപട്യെ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായിരിക്കും. പക്ഷെ ദൈവം എന്തിനാണ് വെളിപ്പെടുത്തി കൊടുത്തത്? ഞാൻ പിറ്റേ ദിവസം അവളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ പറഞ്ഞത് ദൈവം പറഞ്ഞതല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ദൈവം നമുക്കൊരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം വെളിപ്പെടുത്തിയെന്നുകൂടെ നീ ഒന്ന് ആലോചിക്കണം. ഒരുപക്ഷെ ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരിക്കും ദൈവം നിന്നെ ഈ കാര്യം വെളിപ്പെടുത്തിയത്. ആമസിൻ്റെ ചരിത്രം ഞാൻ അവളെ പറഞ്ഞു കേൾപ്പിച്ചു. ആമസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ വെട്ടുക്കിളികളെ അയച്ച് ഈ ദേശത്തെ നശിപ്പിക്കുവാൻ പോകുകയാണ്. ആദ്യത്തെ ദർശനമാണ്. ഉടനെ തന്നെ ആമസ് പുറത്ത് ചെന്നിട്ട് ദേശത്തിൻ്റെ മുമ്പിൽ നിന്ന്, ദൈവം വെട്ടുക്കിളിയാൽ ഈ ദേശത്തെ നശിപ്പിക്കുവാൻ പോകുന്നു എന്നൊന്നും പറഞ്ഞില്ല. അവൻ കവിണ്ട് വീണ് പറയുകയാണ്, കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് ചെറിയവനല്ലോ, അവൻ എങ്ങനെ നിവർന്നു നിൽക്കും? അതിനുശേഷം ദൈവം തീ കാണിക്കുകയാണ്. അവൻ വീണ്ടും കവിണ്ട് വീണ് പറയാണ്, കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് ചെറിയവനല്ലോ, അവൻ എങ്ങനെ നിവർന്നു നിൽക്കും? നോക്കുക, ഒടുവിൽ ദൈവം, എൻ്റെ ജനത്തിന് പഴുപ്പ് വന്നിരിക്കുന്നു, ഇനി അത് കൊലയിൽ നിൽക്കത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അർത്ഥം ഇതാണ്, ഇനിയിപ്പോൾ എന്നിൽ അതിന് വസിക്കാൻ പറ്റത്തില്ല, അത് താഴെ വീണ് പോകും എന്നാണ് യഹോവയായ കർത്താവ് എനിക്ക് ഒരു കൊട്ട പഴുത്ത പഴം കാണിച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. അതായത് ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഇസ്രായേലിന് സ്ഥാനമില്ലാതെ പോകുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ആ സമയത്താണ് ആമോസ് പുറത്ത് ചെന്നിട്ട് പറയുന്നത്, ദൈവം ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അതിനു മുമ്പ് അവന് ദേശത്തിൻ്റെ നാശത്തെക്കുറിച്ച് വെളിപ്പാട് കിട്ടിയപ്പോഴൊക്കെയും അവൻ എന്താ ചെയ്തത്? ഹി വാസ് ഇന്റർസീഡിങ്. ഇതൊക്കെ പ്രവാചകന്മാരായ പിള്ളേർ മനസ്സിലാക്കേണ്ട വലിയ കാര്യങ്ങളാണ്. എന്തിനാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഉള്ള തിരിച്ചറിവില്ലാതെ ലഭിച്ച വെളിപ്പാടുകൾ സഭയുടെ ഉന്നമനത്തിനും സഭയുടെ വളർച്ചയ്ക്കും വേണ്ടി അല്ലാതെ ഉപയോഗിക്കുന്നതായ, അത് അവർ മോശക്കാരായതുകൊണ്ടോ ദൈവം അവർക്ക് വെളിപ്പെടുത്താത്തതുകൊണ്ടൊന്നുമല്ല, അവർ പക്വതയില്ലാത്തവരാണ്. ഒരു യഥാർത്ഥ പ്രവാചകൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നു എന്തിനു വേണ്ടിയാണ് ദൈവം അവർക്ക് ഈ കാര്യത്തെ വെളിപ്പെടുത്തി കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നു. അവൻ ഇന്റർസീഡ് ചെയ്യുന്നു. ദേശത്തിന് വേണ്ടി കരയാത്ത ഒരുത്തൻ, അല്ലെങ്കിൽ എനിക്ക് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കാര്യം, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുക എന്നുള്ളതാണ്. കരയാത്ത ഒരു പ്രവാചകന് ചീത്ത വിളിക്കാനുള്ള അവകാശമില്ല. ഇന്ന് ചീത്ത വിളിക്കുന്ന ഒത്തിരി പ്രവാചകന്മാരുണ്ട്, പക്ഷെ കരയുന്ന പ്രവാചകന്മാർ കുറഞ്ഞു വരികയാണ്. കരയുന്ന പ്രവാചകന്, ജെറമയ വാസ് എ വീപ്പിംഗ് പ്രോഫറ്റ്. എനിക്ക് ജെറമയ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓൾഡ് ടെസ്റ്റമെൻ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ജെറമയാണ്. ജെറമയ ആളുകളോട് സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിരണ്ടു പോകും. ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നു. പശൂർ പ്രവാചകനെ അവനെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അടി കൊണ്ട് ഞാൻ നിന്നെ ദൈവം അടിക്കുമെന്ന് അവൻ. ഒരു മടിയുമില്ല, എന്തും പറയാനൊരു മടിയുമില്ല. പക്ഷേ മുന്നിൽ ഇത്ര ധൈര്യത്തോടെ നിലകൊള്ളുന്ന ജെറമയായെക്കുറിച്ച് നമ്മൾ വിളിക്കുന്നത് തന്നെ വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ്, കരയുന്ന പ്രവാചകൻ. ഇന്ന് ആവശ്യമായിരിക്കുന്നത് രണ്ടും വേണം. പക്ഷേ ഒരു വീപ്പിംഗ് പ്രോഫറ്റിനാണ്, ഒരു കരയുന്ന പ്രവാചകനാണ് സഭയുടെ മേൽ ഉള്ള ന്യായവിധിയെക്കുറിച്ച് ഒച്ചത്തിൽ വിളിച്ചു പറയാനുള്ള അവകാശമുള്ളത്. ഇഫ് യു ആർ നോട്ട് റെഡി ടു വീപ്പ് ഫോർ എ കൺട്രി, എ ചർച്ച്, എ പേഴ്സൺ, യു ഹാവ് നോ റൈറ്റ് ടു റെബ്യൂക്ക് ഹിം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയാണ് പ്രവചനത്തിൻ്റെ പ്രത്യേകത. ഈ കാഴ്ചകൾ കാണുന്ന ആളുകൾ ഇന്ന് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് സഭയിൽ. ഇന്ന് പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദർശകന്മാരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പ്രവാചകന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് ആ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്നിപ്പോൾ സഭയിൽ പ്രവാചകന്മാരുടെ എല്ലാവരും എണ്ണം എടുത്തു കഴിഞ്ഞാൽ 100 പേരുണ്ടെങ്കിൽ 95 പേരും ഈ ദർശകന്മാരാണ്. 5 പേര് കാണുമായിരിക്കും, അല്ലാത്ത കരയുന്ന ആളുകൾ കാണുമായിരിക്കും. പക്ഷേ തിരിച്ചാണ് ആവശ്യം. സഭയിൽ ഒരു 5 ദർശകന്മാരുടെയൊക്കെ ആവശ്യമേ ഉള്ളൂ. 95% എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവസന്നിധിയിൽ പ്രവാചകന്മാർ, ദൈവസഭയെക്കുറിച്ച് കരച്ചിലുള്ള, കണ്ണീരുള്ള, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെളിപ്പാടുകളൊക്കെ പുറത്ത് പറയുന്നവരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർക്കായിരിക്കരുത് ഭൂരിപക്ഷം. നമുക്കിന്ന് ആവശ്യത്തിൽ കൂടുതൽ ദർശകന്മാരുണ്ട്, ആവശ്യത്തിനുള്ള പ്രവാചകന്മാരില്ല. അതുകൊണ്ടാണ് പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആ കാര്യം പറഞ്ഞു നിർത്തുകയാണ്. ഇനി ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള സമയം ഇല്ലല്ലോ. പിന്നീട് നമ്മൾ കാണുന്നത്
ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ്സ്, ആത്മാക്കളുടെ വിവേചനം എന്നുള്ളതാണ്. ആത്മാക്കളുടെ വിവേചനം. 1 യോഹന്നാന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആത്മാക്കളെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കരുത്. എന്ത് വേണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? 1 John 4:1, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു ആത്മവരമാണ് ഡിസേൺമെന്റ് എന്ന് പറയുന്നത്. കാരണം പല കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഒരു വ്യക്തിയുമായിട്ടൊരു പാർട്ണർഷിപ്പിലേക്കൊക്കെ പ്രവേശിക്കണമെന്ന്, ഞാൻ ബിസിനസിൻ്റെ കാര്യമല്ല പറയുന്നത്, ഈവൻ മിനിസ്ട്രിയിലെ മറ്റുള്ള കാര്യങ്ങളിലോ, ഡിസേൺമെന്റ് ഇല്ലാതെ ഒരാളുമായിട്ട് പാർട്ണർഷിപ്പിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് അവരെ പിന്നെ മാറ്റാൻ പറ്റത്തില്ല പലപ്പോഴും. അതുകൊണ്ട് ഏതൊരു ഉടമ്പടിക്ക് മുമ്പും ഏതൊരു ഇടപെടലിന് മുമ്പും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിസേൺ ചെയ്യണം. ഡിസേൺമെന്റ് ആണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വരം, നമ്മൾ പ്രാപിച്ചിരിക്കേണ്ട വരം. ഇപ്പം നമ്മളൊരു മിഷൻ ഓർഗനൈസേഷനിലാണെങ്കിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം നിന്നെ മാറ്റിയിരിക്കുന്നു എന്നൊക്കെ പെട്ടെന്ന് പറയാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാര്യം ഡിസേൺമെന്റ് ഇല്ലാതെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അതുകൊണ്ട് ഡിസേൺമെന്റ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ. ഇത് മിഷൻ ഓർഗനൈസേഷൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ ഒരു ശുശ്രൂഷകനുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെടുമ്പോഴും ഒരു മിനിസ്ട്രിയുമായി ബന്ധപ്പെടുമ്പോഴും നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഒരു പാർട്ണർഷിപ്പ്, സുവിശേഷ പ്രവർത്തനം എന്ന് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സുവിശേഷ വേല ചെയ്യുന്ന പൂർണ്ണസമയ സുവിശേഷ വേലക്കാരെ കുറിച്ച് മാത്രമൊന്നുമല്ല. എൻ്റെ ചിന്തയിൽ എല്ലാവരും സാക്ഷികളാണ്. സാക്ഷിക്കുന്നതിനുള്ള പാർട്ണർഷിപ്പിലും എല്ലാം നമുക്ക് എന്ത് വേണം? ഡിസേൺമെന്റ് ആവശ്യമാണ്. ആത്മാക്കൾ വരുന്ന എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, ശരിയായിട്ടുള്ള ഡിസേൺമെന്റ് ആവശ്യമാണ്. 8-ാമതായി നമ്മൾ കാണുന്നത് വിവിധ ഭാഷകൾ, പിന്നീട് ഭാഷകളുടെ വ്യാഖ്യാനം. ഭാഷകളുടെ വ്യാഖ്യാനത്തെക്കുറിച്ച് ഞാൻ പിന്നീട് കുറച്ച് പറയാം. സഹായം ചെയ്യുവാനുള്ള വരം, ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞു, ഇത് താലന്താണോ മാനുഷികമാണോ ദൈവികമാണോ എന്ന് വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാം സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട്. പരിപാലന വരം, ഗവൺമെന്റ്, വീണ്ടും ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഗവേണിംഗ് എബിലിറ്റിയുള്ള ആളുകൾ ഉണ്ട്. പിന്നെ ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, ദാനം, ഭരിക്കുന്നവൻ, കരുണ കാണിക്കുന്നവൻ, പ്രസംഗിക്കുന്നവൻ, ഇതൊക്കെയും നമ്മൾ വായിച്ച കാര്യങ്ങളാണ്. ഞാൻ കുറച്ച് സ്പെസിമെൻ എടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വരങ്ങളുണ്ടായിട്ട്, ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്, ഇത്രയും വരങ്ങളുണ്ടായിട്ട് നമ്മളിപ്പോൾ ഏകദേശം 10-18 വരങ്ങളുടെ കാര്യം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്രയും മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല, അതിൽ കൂടുതലുണ്ടായിരിക്കും. പക്ഷേ ഇത്രയും വരങ്ങളുണ്ടായിട്ട് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് അന്യഭാഷ അതിൻ്റെ ഒരു അടയാളമായിട്ട് വന്നത്? ഇറ്റ്സ് എ നാച്ചുറൽ ക്വസ്റ്റ്യൻ, സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. എത്രയോ വരങ്ങളുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു വരം പോരായിരുന്നു? ഇതെല്ലാം പ്രകാശനങ്ങളാണല്ലോ. ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ആത്മാവിൻ്റെ പ്രകാശനങ്ങളാണ്. നമ്മിൽ ദൈവം നൽകിയ പരിശുദ്ധാത്മാവ് എന്ന ദാനത്തിൻ്റെ പ്രകാശനങ്ങളാണ് ഈ പറഞ്ഞ 18 ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ 18 വരങ്ങളെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വരം പോരായിരുന്നോ ആത്മാവ് അവരിൽ വന്നു എന്നുള്ളതിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ട്? എന്തുകൊണ്ടാണ് ദൈവം അന്യഭാഷ തന്നെ തിരഞ്ഞെടുത്തത്? നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ചോദ്യം പറച്ചിലുമില്ല. എങ്കിലും ഈ വരങ്ങളെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 തരത്തിലേക്ക് നമ്മൾ കൃപാവരങ്ങളെ വേർതിരിക്കാൻ പറ്റും. ഒന്ന്, ഗിഫ്റ്റ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ദൈവം ഇടപെട്ടിട്ട് ദൈവം നിശ്വാസ്യതയിൽ ദൈവം ആത്മാവിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇൻസ്പിറേഷൻ, അതിൻ്റെ പ്രദർശനങ്ങൾ, അത് ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ഇടപെട്ട് ഇൻസ്പയർ ചെയ്ത് അതിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ട് വരുന്നതിനകത്ത് നല്ലൊരു ശതമാനം വോക്കലായിട്ട് വരുന്നുണ്ട്, വാക്കുകളായിട്ട് വരുന്നുണ്ട്. അത് പ്രവചനം, വിവിധ ഭാഷകൾ, ഭാഷയുടെ വ്യാഖ്യാനം, ഈ വക കാര്യങ്ങളെല്ലാം എന്താണ്? വോക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. എന്നാൽ മറ്റ് മാനിഫെസ്റ്റേഷൻസ് പറയുമ്പോഴത്തെ ഗിഫ്റ്റ്സ് ഓഫ് റെവലേഷൻ, വെളിപ്പാടിൻ്റെ വചനങ്ങൾ, അത് ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളുടെ വിവേചനം, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെളിപ്പാടിൻ്റെ വരങ്ങളാണ്. ഒരു ആത്മാവിനെ ഞാൻ വിവേചിക്കണമെങ്കിൽ എനിക്കെന്ത് കിട്ടിയാലേ പറ്റുള്ളൂ? ദൈവം എനിക്കത് വെളിപ്പെടുത്തി തന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഗിഫ്റ്റ്സ് ഓഫ് റെവലേഷൻ എന്ന് പറയാൻ കാര്യം. അടുത്തത് മാനിഫെസ്റ്റിംഗ് ദ പവർ, ശക്തിയുടെ പ്രകാശനങ്ങൾ. അതാണ് നമുക്ക് വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വിശ്വാസമല്ല, വിശ്വാസത്താൽ എടുത്തു ചാടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ രോഗശാന്തിയുടെ വരം, വീര്യപ്രവൃത്തികൾ, മിറക്കിൾസ്, ഇതെല്ലാം വാസ്തവത്തിൽ എങ്ങനെയുള്ളതാണ്? മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പവർ ഇൻസൈഡ് us. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ, നമ്മൾ ലഭിച്ച ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനങ്ങൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർക്ക് ദൈവം പകർന്നു കൊടുക്കുമ്പോൾ അത് അവർ പ്രാപിച്ചുവെന്ന് അവർക്ക് ഉറപ്പുണ്ടാകേണ്ടതിന്
ഈ രണ്ടാമത് പറഞ്ഞ ഗിഫ്റ്റ്സ് ഓഫ് റെവലേഷൻ്റെ വെളിപ്പാടിൻ്റെ വരെ ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും ആത്മാക്കളുടെ വിവേചനവും ഒക്കെയാണ് പെട്ടെന്ന് വരുന്നതെങ്കിൽ അവർക്ക് അതൊരു ഉറപ്പുണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോഴത്തേക്ക് എൻ്റെ വിശ്വാസം ഇച്ചിരി കൂടെ വർദ്ധിച്ചെന്ന് വെച്ചു. വർദ്ധിക്കും, പക്ഷേ വിശ്വാസം വർദ്ധിച്ച ഉടനെ തന്നെ എനിക്കത് എവിഡൻ്റ് അല്ല ഞാൻ ആത്മാവിനെ പ്രാപിച്ചു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻ്റ് ആയിട്ട് എനിക്ക്, അല്ലെങ്കിൽ തന്നെ നാച്ചുറൽ ഗിഫ്റ്റായിട്ട് തന്നെ ചിലപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരിക്കും. നാച്ചുറൽ എബിലിറ്റി എന്ന നിലയിൽ സം പീപ്പിൾ ആർ ഫെയ്ത്ത്, നല്ല ഫെയ്ത്ത് ഉള്ള ആളുകളുണ്ട്. അത് ദൈവത്തിലുള്ള ഫെയ്ത്ത് ഒന്നും ആയിരിക്കണമെന്നില്ല, പക്ഷേ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിശ്വാസമോ എനിക്ക് കുറച്ചുകൂടെ ജ്ഞാനം വർദ്ധിക്കുകയോ അതല്ലെങ്കിൽ പരിജ്ഞാനത്തിൻ്റെ വചനം ഞാൻ പ്രാപിക്കുകയോ ആത്മാക്കളെ വിവേചിക്കാൻ കഴിയുമോ, ഇതുപോലുള്ള എന്ത് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായാലും എനിക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പലപ്പോഴും എൻ്റെ നാച്ചുറൽ എബിലിറ്റീസും ഗിഫ്റ്റും തമ്മിൽ അല്ലെങ്കിൽ വരവും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നുകിൽ ഗിഫ്റ്റ്സ് ഓഫ് ഇൻസ്പിറേഷൻ്റെ വോക്കൽ മാനിഫെസ്റ്റേഷൻ ആയിരിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞ പ്രവചനം, വിവിധ ഭാഷകൾ, ഭാഷാ വ്യാഖ്യാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലെങ്കിൽ വീര്യപ്രവർത്തികൾ, രോഗശാന്തി വരം, വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ഏകദേശം ഉറപ്പ് വരുത്താം. പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസമേ, പരിശുദ്ധാത്മാവേ ആശ്വാസദായകൻ, പരിശുദ്ധാത്മാവേ എനിക്കങ്ങു മാത്രമേ, പരിശുദ്ധാത്മാവേ എന്നെ നൽകുന്നേ, പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസം, പരിശുദ്ധാത്മാവേ ആശ്വാസദായകൻ, പരിശുദ്ധാത്മാവേ എനിക്കങ്ങു മാത്രമേ, പരിശുദ്ധാത്മാവേ എന്നെ നൽകുന്നേ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ അധരമാകട്ടെ, തവ മൊഴികൾ എന്നിലൂടെ മധുരമാകട്ടെ, പരിശുദ്ധാത്മാവേ ഞാൻ നിൻ മിഴികളാകട്ടെ, തവ ഹൃദയം കാണും പോലെ കണ്ണു കാണട്ടെ, പരിശുദ്ധാത്മാവേ ഞാൻ നിൻ അധരമാകട്ടെ, തവ മൊഴികൾ എന്നിലൂടെ മധുരമാകട്ടെ, പരിശുദ്ധാത്മാവേ ഞാൻ നിൻ മിഴികളാകട്ടെ, തവ ഹൃദയം കാണും പോലെ കണ്ണു കാണട്ടെ, പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസം, പരിശുദ്ധാത്മാ